ആരാണ് ആ ഒരുവൻ? അവിടെയാണ് ഞങ്ങളുടെ സന്ദേശം ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്നത്. ആരാണ് ആ വ്യക്തിപ്രഭ എന്ന് പറയാൻ ഞങ്ങൾക്ക് 1000 നാവാണ്. ഞങ്ങൾക്ക് ഈ സന്ദേശം പറഞ്ഞ് പരിപൂർണമായും പൂർത്തീകരിക്കുവാൻ കഴിയില്ല. എങ്ങനെ? ആ വ്യക്തിപ്രഭയുടെ സവിശേഷതകൾ, അത്ര ഗുണങ്ങൾ, സവിശേഷതകൾ മാത്രമുള്ള ഏക വ്യക്തിപ്രഭയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സാക്ഷാൽ ജീവിക്കുന്ന ദൈവമായ ഒരു നിത്യ സത്യ ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങളുമായി നിങ്ങളുടെ വീടിനരികിൽ ഞങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സോടാവേ, അറിയൂ, ആ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ. നമുക്കറിയാം, ഉലകത്തെ കീഴ്മേൽ മറിച്ച് ഒട്ടനവധി വ്യക്തിജീവിതങ്ങളെ അറിയാം. ലോകം കണ്ടിട്ടുള്ള ഇതിഹാസ പുരുഷന്മാരെ നമുക്കറിയാം. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെയും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുള്ള ഉന്നതമായിരിക്കുന്ന നേതാക്കന്മാര്, രാജാക്കന്മാര് ഉലകത്തിൽ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വ്യക്തിപ്രഭയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിത്വം. അതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ആവേശമുണ്ട്. എന്താണ് ഞങ്ങൾ അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ ഛേദോവികാരം എന്ന് പറയുന്നത്? പറയാം, ഇവിടെ ജനിച്ചിരിക്കുന്ന സകല ഇതിഹാസ പുരുഷന്മാരും, ഇവിടുത്തെ സകല നേതാക്കന്മാരും, ഇവിടുത്തെ സകല മുടിചൂട മന്നന്മാരെ പോലെ ആരക്കച്ച മുറുക്കിക്കൊണ്ട് ഉലകത്തെ വെട്ടിപ്പിടിച്ച സകല രാജാക്കന്മാരും, എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ പണ്ഡിതന്മാരടക്കം, ഇവിടുത്തെ സകല ഉന്നതന്മാരടക്കമുള്ള സകല മനുഷ്യ ജീവിതങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചു വീണത് പാപത്തിന്റെ ഫലമെന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിലാണ് അവരെല്ലാം ഇവിടെ ജനിച്ചു വീണിരിക്കുന്നത്. പക്ഷെ പാപമില്ലാതെ ഉലകത്തിൽ പിറന്ന ഏക വ്യക്തിപ്രഭ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു എന്ന ഒരുവനല്ലാതെ മറ്റൊരുവൻ ഇല്ല എന്ന് ഞങ്ങൾ ആവേശത്തോടുകൂടെ പറയുകയാണ്. സ്നേഹിതരെ, എന്താണ് ആ വ്യക്തി ജീവിതത്തിന്റെ സവിശേഷത? ഒട്ടനവധി സവിശേഷതകൾ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഈ വ്യക്തിപ്രഭയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ചിന്താധാരകളിൽ ഈ സന്ദേശത്തെ ഒരു മതപ്രഭാഷണമായിട്ട് നിങ്ങൾ തരം തിരിക്കരുത്. ഇതിനെ നിങ്ങൾ മാറ്റി നിർത്തരുത്. മതമെന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നുള്ളതാണ്. ഞങ്ങളിവിടെ വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോകാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു സത്യത്തെ പരിചയപ്പെടുത്താനാണ്. ഇതിൽ ആശ്രയിക്കുന്നവർക്ക് ജീവിതത്തിൽ എക്കാലവും പുറകോട്ടൊരിക്കൽ പോലും നോക്കേണ്ടാത്ത വിധത്തിൽ ജീവിതത്തിൽ വിമോചനം നൽകുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ലാത്ത ഒരു നഗ്നസത്യമാണ്. അതുകൊണ്ട് മതപ്രഭാഷകനായിട്ടല്ല ഞങ്ങൾ ഈ വഴിയോരങ്ങൾ നിൽക്കുന്നത്. ഭാരതം ഒത്തിരി മതങ്ങളുടെ സംഗമഭൂമിയാണ്. ഭാരതത്തിൽ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത മതസങ്കല്പങ്ങളുണ്ട്. ലോകത്തിൽ ഒട്ടനവധി മതങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും വലിയ മതം, മതങ്ങളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന യഹൂദ മതമാണ്. ആ യഹൂദ മതം ഇന്ന് എന്തായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം. കടലും കരയും കടന്നുകൊണ്ട് മതത്തിലേക്ക് ആളെ ചേർക്കാൻ പോയ ഒരു സമൂഹത്തിന് നടുവിൽ അതേ സമൂഹത്തിൽ പെട്ടവനായി ജനിച്ച ഒരുവൻ അവർക്ക് നേരെ ശബ്ദമുയർത്തി പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്: നിങ്ങൾ കരയും കടലും കടന്ന് മതത്തിലേക്ക് ആളുകളെ ചേർക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല ആര്? ഞങ്ങൾ പ്രസംഗിക്കുന്ന സാക്ഷാൽ ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു. എന്റെ ശ്രോതാവേ, ശ്രദ്ധിക്കൂ. അങ്ങനെയാണെങ്കിൽ മതത്തെ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കൊണ്ട് യേശു അതിനെ നിരോധിക്കുകയാണ്. മതമല്ല സ്നേഹിത മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് മഹത്വത്തിന്റെ ഉടയവനായ ദൈവത്തിന് മാത്രമേ മനുഷ്യന് മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ആ മാറ്റം എന്ന് പറയുന്നത് റോഡിന്റെ വലത്തെ സൈഡിൽ നിൽക്കുന്ന ചൊറിയണം ഇടത്തെ സൈഡിലേക്ക് മാറ്റുന്നത് പോലെയല്ല. എന്താ അതിന്റെ പ്രത്യേകത? വലത്തെ സൈഡിൽ നിന്നാലും സ്നേഹിത ചൊറിയണം അതിന്റെ സ്വഭാവം കാണിക്കും. അതിനെ പിടിതെടുത്ത് ഭംഗിയുള്ള ഒരു പൂച്ചട്ടിക്കകത്ത് ഇടത്തെ സൈഡിൽ വെച്ചതുകൊണ്ടോ, കൃത്യമായി വെള്ളവും വളവും കൊടുത്തതുകൊണ്ടോ, അതിനെ സംരക്ഷിക്കാൻ വേലി കെട്ടിയതുകൊണ്ടോ അതിൽ തൊട്ടാൽ ചൊറിയുക തന്നെ ചെയ്യും. ചൊറിയണം അതിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന മതമല്ലാതെ മാർഗത്തിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ജീവിതത്തിന് അടിമുടി മനുഷ്യന് മാറ്റം വരുത്തുന്നതാണ്. അതുകൊണ്ട് മാറ്റങ്ങളുടെ സന്ദേശമാണ് സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്നത്. ആ മാറ്റം ഒരു മതത്തിൽ നിന്നും മറ്റൊരുത്തരെ പറിച്ചു മറ്റൊരു മതത്തിലേക്ക് നടന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മതത്തിൽ നിൽക്കുന്ന മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകണം. ആ
മാറ്റം എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതത്തിൽ പ്രസിദ്ധിച്ചുകൊണ്ടിരിക്കണം. എവിടം വരെ? അവന്റെ ജീവിതകാലം മുഴുവനും, അവന്റെ മരണം വരെ ആ മാറ്റങ്ങൾ അവരെ ത്രസിപ്പിക്കണം. ആ ത്രസിപ്പിക്കുമ്പോൾ അവൻ ഉണ്ടാകുന്നത് എന്താണ്? അയൽവക്കക്കാരനെ ചേർത്ത് പിടിക്കും, ഇതര മതത്തിൽപ്പെട്ടവനെ ചേർത്ത് പിടിക്കും, സമൂഹത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനെയും അവനെ സഹോദരനായി കാണാനുള്ള മനോഭാവം ഈ മാറ്റങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ശ്രീരാ, അങ്ങനെങ്കിൽ ഞങ്ങൾ